വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. പറ്റിയ അവസരത്തിൽ പണി കൊടുക്കാൻ കാത്തിരിക്കുന്ന ആളാണ് ആന്ധ്ര മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡു. ഇന്ത്യയിൽ ഇപ്പോൾ TDP ഒരു സഖ്യകക്ഷിയാണ് എന്നുള്ളതൊന്നും നായിഡു അത്ര കാര്യമായി പരിഗണിക്കില്ല. കാരണം TDPക്ക് BJPയുടെ സഹായം വേണ്ട ആന്ധ്ര ഭരിക്കാനും ആന്ധ്രയിൽ വലിയ തോതിലുള്ള മുന്നേറ്റം നടത്താനും. എന്നാൽ ഈ രാജ്യം ഭരിക്കണമെങ്കിൽ BJPക്ക് ആന്ധ്രയിൽ നിന്നുള്ള പ്രാദേശിക പാർട്ടിയായ TDPയുടെ സഹായം കൂടിയേ തീരൂ. ലോക്സഭയിലായിരുന്നാലും രാജ്യസഭയിലായിരുന്നാലും അത് അങ്ങനെ തന്നെയാണ്. TDPയുടെ വില എന്താണെന്ന് നന്നായി മുൻ പ്രവർത്തകനും ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ ദക്ഷിണേന്ത്യയിലെ മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാളായ രേവന്ത് റെഡ്ഡിക്ക് നന്നായി അറിയാം. തൻ്റെ രാഷ്ട്രീയ ഗുരുവായ ചന്ദ്രബാബു നായിഡുവിനെ ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ അഭിപ്രായത്തിൻ്റെ പേരിൽ പോലും അദ്ദേഹത്തിനെ അപമാനിക്കാനോ പൊതുവേദികളിൽ വെച്ച് പരിഹസിക്കാനോ അല്ല, ഒപ്പം ചേർത്ത് പിടിക്കാൻ മാത്രമേ രേവന്ത് റെഡ്ഡി ശ്രമിച്ചിട്ടുള്ളൂ. രാഷ്ട്രീയ വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ പോലും കൃത്യമായും രേവന്ത് റെഡ്ഡിയുടെ പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്തതാണ് എന്ന് എടുത്തു പറയാൻ നായിഡു മടി കാണിച്ചിട്ടുമില്ല. അത് രേവന്ത് റെഡ്ഡി ആർജിച്ചെടുത്ത കരുത്ത് തന്നെയാണ്. YSR കോൺഗ്രസിന് ഇനി അധിക ആയുസില്ല. ആന്ധ്രയിൽ അത് കുഴിച്ചു മൂടപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മാത്രമല്ല YSR കോൺഗ്രസിൻ്റെ അമരക്കാരനായ മുൻ മുഖ്യമന്ത്രിയായ ജഗൻമോഹൻ ഇനി ശിഷ്ടകാലം ഇരുമ്പഴിക്കുള്ളിൽ കിടക്കേണ്ടി വരുമെന്ന യാഥാർത്ഥ്യ ബോധമുള്ളതുകൊണ്ടാണ് കോൺഗ്രസുമായി ടൈപ്പ് പോലും നടത്താത്തത്. YSR കോൺഗ്രസിലെ പ്രവർത്തകർ പലരും പറയുന്നു തങ്ങൾ ഇനി YSRമായി പ്രവർത്തിച്ചിട്ട് എന്ത് കാര്യമെന്നാണ്. കേന്ദ്രത്തിൽ അധികാരത്തിൻ്റെ ഭാഗത്താണോ അല്ല, ഏതെങ്കിലും മുന്നണിയുടെ ഭാഗത്തോ അല്ല, സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രാധാന്യവുമില്ല. അതാണ് ആന്ധ്രയിൽ YSR കോൺഗ്രസിൻ്റെ സ്ഥിതി. കേവലം 4 MPമാരും ഏതാനും ചുരുക്കം ചില MLAമാരും, അതിൽ തന്നെ 4 പേർ പല കാരണങ്ങളാൽ YSR കോൺഗ്രസുമായി അകന്നു നിൽക്കുന്ന സാഹചര്യമാണ്. 7 MLAമാർ മാത്രമാണ് ഇപ്പോൾ കൃത്യമായി ജഗനോടൊപ്പം നിയമസഭയിൽ പോലും പോകാൻ തയ്യാറെടുത്തിരിക്കുന്നവർ. അപ്പോഴാണ് കോൺഗ്രസിൻ്റെ പുതിയ നീക്കങ്ങൾ നടക്കുന്നത്. ഇപ്പോഴത്തെ ജൻസി പ്രക്ഷോഭം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ നായിഡു അംഗീകരിക്കുകയാണ്. ദക്ഷിണേന്ത്യയെ വലിയ തോതിൽ ഞെരിഞ്ഞമർത്താൻ, ദക്ഷിണേന്ത്യയെ വല്ലാതെ ശ്വാസം മുട്ടിക്കാൻ BJP നടത്തുന്ന വേർതിരിവുണ്ട്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി പരാമർശിക്കുമ്പോൾ നായിഡു ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ കൂടെയാണ് എന്നുള്ളത് BJPയെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. പവൻ കല്യാണോ ജനസേനയോ ഒന്നും വിചാരിച്ചാൽ ഇനി നായിഡുവിനെ തളയ്ക്കാൻ കഴിയില്ല. നായിഡു അതിനപ്പുറത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ്.